ഹാരിസേ, ഞാൻ ഒരു ചലഞ്ച് തരട്ടെ. എന്നാ തൊട്ടാവാടിയുടെ ഇലയില്ലേ, തൊട്ടാവാടിയുടെ ഇല അടിക്കണം, വാടണം ഇല. பண்றோம் இத பண்ண மாட்டோமா என்ன எடி அந்த மாயிட்டத்தை ഹലോ, അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ചായിരുന്നു. അതെ, ഒരു ചെറിയ ബ്രേക്ക് എടുത്തു, കുറച്ച് തിരക്കായി പോയി. ഞാനും ഇവന് രണ്ടുപേരും തിരക്കായിരുന്നു. അതെ, വല്ലാണ്ട് തിരക്കായി പോയി. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പതിവ് പറ്റിച്ച് നമ്മളിപ്പം പുറത്താണ്. അതെ, നമ്മൾ കൂട്ടിന്ന് വെളി ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അതാണ് സത്യം, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അതെ, അതുകൊണ്ട് നമ്മൾ ഔട്ട്ഡോർ ആക്കാമെന്ന് വിചാരിച്ചു. മാത്രമല്ല ഇൻഡോർ ഒരു സുഖമില്ല, എല്ലാ വീഡിയോ ഒരേ ബാക്ക്ഗ്രൗണ്ട്. അതെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻട്രോയിൽ കണ്ടു കാണും. എന്നാലും ഒന്നുകൂടെ റോക്കി ബോയ് ഞാൻ എടുക്കാം. ഇതൊരു എയർ ഗണ്ണാണ് സാധനം. പ്രിസി ഹോളിന്റെ NX200 അദീന എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇത്. അപ്പൊ ഇതിന്റെ കഥ കൂടുതൽ പറയണമെന്നില്ല, ജസ്റ്റ് നമ്മൾ എറണാകുളത്ത് ഒരു പടം കാണാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എന്റെ ഒരു അപ്പോഴത്തെ ഒരു മൂഡിന് ഒറ്റ മൈൻഡിൽ നിന്ന് വാങ്ങിച്ചെന്ന് പറയാം. അങ്ങനെ വാങ്ങിച്ചാ പടം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഇങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്കും ഒരു കട, അതെ, കട കണ്ടപ്പോഴത്തേക്കും എടാ തോക്ക് കട. ഞാൻ ചോദിച്ചു നിനക്ക് എന്താടാ വയ്യേ, എനിക്ക് തോക്ക് മേടിക്കണം. അപ്പോഴേ കടയിൽ കയറി ആധാർ കാർഡ് കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, തോക്ക് മേടിക്കുന്നു. തെക്കൻ ആർമറൈ എന്ന് ഒരുപ്പെട്ട എറണാകുളത്തുള്ള മിക്കവർക്കും അറിയാം. തെക്കൻ ആർമറൈ എന്ന് പറഞ്ഞ ഷോപ്പാണ്. സെൻട്രൽ സ്ക്വയർ മാളിന്റെ അവിടെ നിന്ന് ഇടപെടി കയറി പോകുന്നിടത്താണ്. സൗത്ത് ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ് സെൻട്രൽ സ്ക്വയർ, ആ ഒരു ഭാഗത്തായിട്ടാണ്. നമ്മളിപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു 2 വർഷം അടുത്തായി. 2023 ആണ് വാങ്ങിക്കുന്നത്. 23 ആദ്യത്തെ ലിയോ ഒക്കെ ഇറങ്ങിയ ദിവസം, ആ സമയത്ത് വാങ്ങിക്കുന്നത്. നമ്മൾ ലിയോ കാണാൻ പോയതല്ലേ? അതെ. അപ്പം ലിയോ കണ്ടിട്ടേ അതിനകത്ത് ഫൈറ്റ് വെടിവെപ്പൊക്കെ കണ്ടിട്ട് ഇറങ്ങിയതിന്റെ അതല്ലോ, കുഞ്ഞിലെ പോലെ ഭയങ്കര ഇഷ്ടമായിരുന്നു. മറ്റേ സ്റ്റീലും ആ സാധനം. അപ്പം നമുക്കിതിൻ്റെ കുറച്ച് ഷോർട്സ് കാണാം. പിന്നെ അതിനു മുന്നേ ഇതെങ്ങനെ ലോഡ് ചെയ്യുന്ന, ഇതിൻ്റെ ബുള്ളറ്റ് എത്ര കാലിബറാണ് വരുന്നത്, അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. തോക്ക് നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ തോക്കിൻ്റെ ടോട്ടലൊരു ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇത് ഏകദേശം കുറച്ച് വെയിറ്റ് ഉണ്ട്. 3.15 കിലോഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഇത് പ്രിസി ഹോൾ സ്പോർട്സിൻ്റെ NX200 അദീന എന്ന് പറയുന്നൊരു മോഡലാണ്. ഇത് ആക്ച്വലി നമ്മൾ ബിഗിനേഴ്സിനൊക്കെ പറ്റിയൊരു എയർ റൈഫിളാണ്. നമുക്കിവിടെ ഒരു ചീക്ക് പാഡ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഗണ്ണ് പിടിക്കാനുള്ള ഹാൻഡിൽ പൊസിഷനാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഇവർ സേഫ്റ്റി ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മിസ് ഫയറോ കാര്യങ്ങളൊന്നും ആവാതിരിക്കാനായിട്ട്. നമ്മൾ ഗണ്ണ് ലോഡാക്കിയതിന് ശേഷം ഇത് ഫ്രണ്ടിലോട്ട് ആക്കിയിട്ട് വേണം ഫയർ ചെയ്യാനായിട്ട്. പിന്നെ ഇതിൻ്റെ ബാരലും കാര്യങ്ങളും എല്ലാം അവർ സ്റ്റീലിലാണ് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് അയൺ സൈറ്റ് കൊടുക്കുന്നുണ്ട്. ഈ അയൺ സൈറ്റ് നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് വേണ്ട നമ്മൾ നിൽക്കുന്ന ഹൈറ്റ് അല്ലെ കാറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഈ അയൺ സൈറ്റ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ മസിൽ നോർമലി കൊടുത്തേക്കുന്നുള്ളൊരു മസിൽ. നമുക്ക് വേണമെങ്കിൽ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് സപ്രസറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇതിന് സ്കോപ്പ്, ഇതിന് റെഡ് ഡോട്ട് അങ്ങനെയുള്ള സ്കോപ്സ് വരുന്നുണ്ട്. 4x അതിൻ്റെ സ്കോപ്സ് അവൈലബിൾ ആണ്. അറ്റാച്ച്മെൻറ്റ്സും അവൈലബിൾ ആണ്. ചീക്ക് പാഡ് സെപ്പറേറ്റ് ചീക്ക് പാഡ്സും കാര്യങ്ങളും, അതേപോലെ ഇത് വെക്കാനായിട്ടുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം ഇതിൻ്റെ ആക്സസറീസ് ആയിട്ട്. നമ്മുടെ ഗണ്ണിൽ യൂസ് ചെയ്യുന്ന പെല്ലറ്റ്സ് എന്ന് പറയുന്നത് 0.77 കാലിബറാണ് വരുന്നത്. അതേപോലെ നമ്മൾ അല്ലാണ്ട് എന്ന് പറയുന്നത് 4.5 mm വരും. ഞാൻ യൂസ് ചെയ്യുന്നത് ഹൈ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പെല്ലറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ആക്യുറസി കിട്ടുന്ന ഒരു പെല്ലറ്റ്സ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന പെല്ലറ്റ്സും ഇതിൻ്റെ ആക്യുറസി ആയിട്ട് ഒരു ബന്ധമുണ്ട്. നല്ല പെല്ലറ്റ്സ് യൂസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വെക്കുന്ന സ്ഥലം അപ്പുറത്തേക്ക് മാറിക്കൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പം നല്ല ബ്രാൻഡിൻ്റെ പെല്ലറ്റ്സ് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. കൈസ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പെല്ലറ്റ് ഒന്ന് കാണാൻ പറ്റുന്നുണ്ടോ? ഫോക്കസ് ആയെന്ന് തോന്നുന്നു. ഇതാണ് പെല്ലറ്റ്. ചെറിയ സാധനമാണ്. ഈ പെല്ലറ്റിന് എത്ര വില വരുന്നത്? ഈ പാക്കിൽ നമുക്ക് MRP ഇട്ടേക്കുന്നത് 550 രൂപയാണ്. പക്ഷേ എനിക്ക് ഏകദേശം ഒരു 400 താഴെ ആയതേ ഉള്ളൂ. 400 പീസസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഏകദേശം ഒരെണ്ണത്തിന് 1 രൂപ വെച്ചിട്ട് കണക്ക് കൂട്ടാം ഏകദേശം. അപ്പോൾ ഇത് ഇതിനെ വാങ്ങിക്കാൻ വേണ്ടി എന്തൊക്കെ വേണം, ഇതെങ്ങനെയാണ് വാങ്ങിക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആധാർ കാർഡ് ഉണ്ടാവണം. ആധാർ കാർഡുമായിട്ട് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ 18 വയസ്സ് ആകണം എന്ന് തോന്നുന്നു. 18 വയസ്സ് ആവണം. ആധാർ കാർഡ് വേണം. ആധാർ കാർഡ് തന്നെ വേണമെന്ന് തോന്നുന്നു. ആധാർ തന്നെ വേണം. ബാക്കിയുള്ള പാനോ കാര്യങ്ങളോട്ട് പോയിട്ട് കാര്യം. ആധാർ കാർഡ് തന്നെ വേണം. അത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു സീരിയൽ നമ്പർ ഉണ്ട്. ഇവിടെ ഒരു സീരിയൽ നമ്പർ ഉണ്ട്, ഇതിൽ കാണുന്നുണ്ടോ? ഈ സീരിയൽ നമ്പരും നമ്മുടെ ആധാറുമായിട്ട് അവർ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആധാർ കാർഡും ഈ സീരിയൽ നമ്പർ വെച്ചിട്ട് നമ്മളെ പൊക്കുന്നതായിരിക്കും.
അതുകൊണ്ട് ഇത് ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും ഉപയോഗിക്കാതിരിക്കുക. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ഏകദേശം ഒരു 1000 റുപ്പീസാണ്. അത്യാവശ്യം കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടോ ട്രാവൽ ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടൊരു നല്ലൊരു ബാഗ്. ഇതിന് ഏകദേശം 1000 റുപ്പീസായി. പിന്നെ നമുക്കിത് ക്യാരി ചെയ്യാനായിട്ട് ഇവരൊരു ബില്ല് തരും. അപ്പോൾ ആ ബില്ല് എപ്പോഴും ഇതിൻ്റെ കൂടെ ക്യാരി ചെയ്യും. അതെ, തോക്ക് നമ്മൾ എവിടെ കൊണ്ടുപോയാലും ബില്ല് കയ്യിൽ വേണം. അതെ, ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് ഒന്ന് കണ്ടിട്ട് വരാം. ലെറ്റ്സ് ഗോ. എൻ്റെ ക്യാമറ ഇവിടെ ഇത് സേഫ്റ്റി ലോക്ക് ഉണ്ടോ? ഇതിനകത്ത് പെല്ലറ്റും ഇല്ല. എന്നാലും ആരുടെ നേരെ ഇങ്ങനെ എയിം ചെയ്യാൻ പാടില്ല. അത് ശരിയാണ്. നമ്മൾ എയർ ഗണ്ണ് അല്ലാന്നുണ്ടെങ്കിൽ ഈ പിസ്റ്റൽ അത് രണ്ടും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആരുടെ നേരെ ചൂണ്ടാൻ പാടില്ല. ചിലപ്പോൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസ് കൊടുത്താൽ ചിലപ്പം പോലീസ് നമ്മളെ പിടിച്ച്. മാത്രമല്ല അത് എത്ര സേഫ്റ്റി ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇത് ചിലപ്പോൾ ഇച്ചിരി ഡേഞ്ചറാണ്. 20 ജൂൾസ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും 15 ഫീറ്റിൽ 20 ജൂൾസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. അല്ല, ഒരു 100 മീറ്റർ വരെയൊക്കെ അത്യാവശ്യം ഇത് 100-150 മീറ്റർ വരെ പോകും. നമുക്കിപ്പം ഇത് ഇല്ലീഗലായിട്ട് ഇപ്പോൾ വെളിയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ആരും അറിയത്തില്ല ഇത് വാങ്ങിച്ചിട്ട് ചിലപ്പം പിള്ളേർ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഇപ്പം എന്തെങ്കിലും ഹണ്ടിങ്ങിനൊക്കെ പോയാലും ഈ സാധനം വെച്ച് അങ്ങനെ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യുന്ന നിയമവിരുദ്ധമാണ്. പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അകത്ത് പോകും. അതുകൊണ്ട് ജസ്റ്റ് ബി കെയർഫുൾ. അത് മാത്രമല്ല, ജോജി സിനിമയിലെ കൂട്ട് ആരും എടുത്ത് ഉപയോഗിക്കാതിരിക്കുന്ന ശ്രദ്ധിക്കണം. വീട്ടിലൊക്കെ മേടിച്ച് വെക്കുമ്പോൾ കുട്ടികൾക്കൊന്നും കയ്യെത്താത്തടുത്ത് വെച്ചാൽ നല്ലതായിരിക്കും. ഭയങ്കര ഡേഞ്ചറായിട്ട് ഇത് നല്ലൊരു വെപ്പൺ തന്നെയാണ്. ഒരു ഡേഞ്ചർ ആയിട്ടുള്ളൊരു വെപ്പൺ തന്നെയാണ് ഈ സാധനം. അപ്പോൾ സോ നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ നേരത്ത് അതിൻ്റെ ഒരു കെയർഫുൾ ആയിട്ട് ഇത് യൂസ് ചെയ്യും. ഇനി നമുക്ക് ഇനി കൂടുതലൊന്നും ഇല്ല. ടാറ്റാ ബാബ. അപ്പം നമ്മൾ ഇനി ഇവൻ്റെ ഷൂട്ടിംഗ് പരീക്ഷണമാണ്. പുറയിൽ സാധനങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. കുപ്പി ഒരു 3-4 കുപ്പിയുണ്ട്. നമുക്ക് കാണാൻ പറ്റുമോ അറിയത്തില്ല, കാണിച്ചു തരാം. അപ്പം ആദ്യം ഞാൻ വെക്കാം. വെക്കാൻ പോകാം. ശരി, ഞാൻ വെടിയോടാ. വെടിവെക്കാനൊക്കെ അറിയൂ. വെടിവെക്കാൻ ഞാൻ വെടിക്കനല്ലേ. അപ്പോൾ അവൻ ആദ്യം വെടിവെക്കട്ടെ, വെടിക്കാരനാണ്. അപ്പോൾ അവൻ വെടിവെക്കട്ടെ. നമുക്ക് അതിൻ്റെ കുറച്ച് വിശ്വാസം കണ്ടിട്ടാണ് തകർക്കും. നമ്മൾ മൂടി കൊള്ളിക്കണം. മൂടിയിൽ അടപ്പിൽ കൊള്ളിക്കാം. അങ്ങനെ കൊള്ളിക്കും. അടപ്പേ കൊള്ളിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് അടപ്പേ കൊള്ളുമില്ല എന്നുള്ള. ഇതല്ല ഇതിനപ്പുറം ചാടിക്കടന്നവനാണീ KK ജോസ്. ചേട്ടാ, അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. ലൈൻ കട്ട്. நான் வீழ்வேன் என்று நினைத்தாயோ? അപ്പോൾ ഇനി അങ്കത്തട്ടിൽ ഞാനാണ്. നമുക്ക് നോക്കാം, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ മൂടിയിൽ കൊള്ളിക്കാൻ പറ്റുമെന്ന് നോക്കാം. എപ്പോഴും ഈ ഷോൾഡറിലാണ്. ഈ ഗണ്ണ് അതിന് വലിയ റീകോയിലില്ല. അല്ലാത്ത ഗണ്ണൊക്കെ പിടിക്കുമ്പം വലിയ റൈഫിളൊക്കെ ആണെങ്കിൽ നമ്മൾ ഷോൾഡറിലെ സപ്പോർട്ട് കൊടുക്കുന്നത്. ചീക്ക് പാഡിൽ വെക്കും. അതിനുശേഷം നമ്മുടെ അയൺ സൈറ്റിൽ കൂടെ അയൺ സൈറ്റും അതിൻ്റെ നേരെയുള്ള ആ ലൈനും ഈക്വലായി നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ലൈൻ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം ടാർഗറ്റുമായിട്ട്. ദെൻ കൈ ഹോൾഡ് ചെയ്യുക, ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. നമ്മുടെ ബുള്ളറ്റ് ടോപ്പിൽ കൂടെ ഇന്നായിട്ട് ക്യാപ്പിൻ്റെ ഹെഡിൽ കൂടെ ഇന്നായിട്ട് ഇവിടെ കൂടെയാണ് എക്സിറ്റ് ആയിരിക്കുന്നത്. അപ്പം നമ്മൾ ഏകദേശം ഒരു 3 മീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ ഫയർ ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ആക്യുറസിയിൽ ഡിഫറൻസ് ഉണ്ടാവും. ചിലപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കറക്റ്റ് സ്ഥലത്ത് ഹിറ്റ് ആവണമെന്നില്ല. അപ്പോൾ അത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാനായിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്, ആക്യുറസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹാരിസേ, ഞാൻ ഒരു ചലഞ്ച് തരട്ടെ. എന്നാ മോനെ? തൊട്ടാവാടിയുടെ ഇലയില്ലേ, തൊട്ടാവാടിയുടെ ഇല അടിക്കണം, വാടണം ഇല. ഇതെല്ലാമാടാ ഒരു ചലഞ്ച്? ഉനക്ക് വേറെ എന്തെല്ലാം ചലഞ്ച് ഇരിക്കടാ? തൊട്ടാവാടിയുടെ ഇല അടിച്ച്, തൊട്ടാവാടിയുടെ ഇല അടിച്ച് വാട്ടണം, ഇല വാടണം. ഏതല്ലേ വാട്ടണ്ട? അത് ഏതായാലും ഇല മതി. നന്നേ വാ നോക്കാം. നമുക്കെന്നെങ്കിൽ ഈ തൊട്ടാവാടിയുടെ ഇലയിൽ ബുള്ളറ്റ് പൊളിക്കാൻ പറ്റുമോ നോക്കാം. പ്രളയം പ്രളയം ദുഷ്കൃത വലയം പ്രബലം പ്രചലം ദുർദമ നിലയം അസനിപ്പാത അജസ്ര പ്രകരം തിമിര ലോക സമവാകാരം ഗർജിഞ്ചെ പർജന്യം ഘോരാതി ഘോര ദൗർജന്യം. ഈ ഇലയിലായിരുന്നു ചലഞ്ച് ചെയ്തത്. കറക്റ്റായിട്ട് കൊണ്ടിട്ടുണ്ട്. ഒരു 3 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് അടിച്ചത് അല്ലേ? യെസ്, 3 മീറ്റർ ആണ്. അപ്പോൾ നമ്മുടെ ഈ വെടിവെപ്പ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതെ, ഇഷ്ടപ്പെട്ടാണോ? വീഡിയോ കണ്ടവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, പിന്നെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ കമന്റ് ഇട്ടാൽ മതി. തോക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ കമന്റ് ഇട്ടാൽ നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. മെയിനായിട്ട് ഇത്ര ശ്രദ്ധിക്കാനുള്ളൂ, ദുരുപയോഗം ചെയ്യരുത്. അതെ, സൂക്ഷിച്ചും കണ്ടൊക്കെ ഉപയോഗിച്ചാൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. സൈനിങ് ഓഫ്. ബൈ ബൈ.